പിന്നെ സതീശൻ എന്നു മുതലാണ് ഈ RSSനെ പറ്റിയിട്ട് ഈ ഐത്തം തോന്നി തുടങ്ങിയത് എന്ന് എനിക്കറിയില്ല. 2006 പറവൂരിൽ മനക്കപ്പടി സ്കൂളിൽ സതീശൻ പരിപാടിയിൽ പങ്കെടുത്ത് ഗുരുജി ഗോൾവാൾക്കറുടെ പടത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തുന്ന ചിത്രം, ആ ചിത്രത്തിൽ വന്ന വി ഡി സതീശൻ തന്നെയല്ലേ ഈ വി ഡി സതീശൻ? അതിന് വേറൊരു വി ഡി സതീശനായിരുന്നു എന്ന് എനിക്കറിയില്ല. മാത്രമല്ല 2013 ഇതേ തൃശ്ശൂരിൽ ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്തതും ഇതേ വി ഡി സതീശനല്ലേ? അപ്പോൾ ഈ ചിത്രങ്ങളൊക്കെ പൊതുമധ്യത്തിലുണ്ട്. അന്നൊന്നും RSSനെ കുറിച്ച് സതീശൻ അയിത്തം ഇല്ലായിരുന്നല്ലോ. ഇപ്പോൾ പുതിയ അയിത്തം എന്നു മുതൽ തുടങ്ങിയതാണെന്ന് എനിക്കറിയില്ല. മാത്രമല്ല സതീശൻ്റെ പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവ്, ആ പാർട്ടിയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ നേതാവ് ജവഹർലാൽ നെഹ്റു 1963 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ RSSനെ ക്ഷണിച്ചതും സതീശൻ ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വി മുരളീധരന്റെ BJP നേതാവിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. പറയുന്നത് BJP നേതാവാണ്, പറയുന്ന കാര്യം BJPയെ കുറിച്ചാണ്. BJPയുടെ 2 പ്രധാനപ്പെട്ട പരിപാടികൾ, ആ 2 പ്രധാനപ്പെട്ട പരിപാടികളിൽ പങ്കെടുത്ത ആളാണ് വി ഡി സതീശൻ എന്നാണ് വി മുരളീധരൻ സാക്ഷ്യപ്പെടുത്തുന്നത്. അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു, എപ്പോൾ മുതലാണ് വി ഡി സതീശന് ഇത്രമാത്രം RSS വിരുദ്ധത ഉണ്ടായത്? വി ഡി സതീശൻ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്തില്ലേ? ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നില്ലേ? ഡേറ്റ് അടക്കമാണ് പറയുന്നത്. 2013 ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ജില്ലാ സമ്മേളനം തൃശ്ശൂർ വെച്ച് നടക്കുമ്പോൾ അതിൽ പങ്കെടുത്തിട്ടുണ്ട് വി ഡി സതീശൻ. അദ്ദേഹം എറണാകുളം ജില്ലക്കാരനാണ്, പറവൂരുകാരനാണ്. അദ്ദേഹം തൃശ്ശൂരിൽ പോയി ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കണമെങ്കിൽ എത്രമാത്രം കൂറുണ്ടാവണം അദ്ദേഹത്തിന് RSSനോട്? അത് സൂചിപ്പിക്കുകയാണ് ചെയ്തത് വി മുരളീധരൻ. അതിനുശേഷം പറയുന്നു, 2006 പറവൂരിൽ മനക്കപ്പടി സ്കൂളിൽ ഗോൾവാക്കറുടെ പടത്തിന് മുന്നിൽ വിളക്ക് കത്തി പ്രാർത്ഥിച്ചു നിൽക്കുന്ന വി ഡി സതീശനെ നാം കണ്ടതാണ്. ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ആ ദൃശ്യങ്ങൾ അന്ന് വലിയ ചർച്ചയായി മാറിയതുമാണ്. ആ വി ഡി സതീശനാണ് ഇപ്പോൾ CPIMന് RSS ബന്ധം, BJP ബന്ധം എന്ന് പറയുന്നത്. അന്നത്തെ യോഗങ്ങളിൽ പങ്കെടുത്തിട്ടില്ല എന്ന്, വി മുരളീധരൻ പറയുന്ന യോഗങ്ങളിൽ പങ്കെടുത്തിട്ടില്ല എന്ന് ഇതുവരെയും വി ഡി സതീശൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വി മുരളീധരൻ പറഞ്ഞത് തെറ്റാണ് എന്ന് കരുതാനും കഴിയില്ല. നേരത്തെ ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് RV ബാബു ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. വാർത്താ സമ്മേളനം വിളിച്ചിട്ടാണ് അദ്ദേഹം ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചത്. അന്ന് അദ്ദേഹമാണ് ഈ ദൃശ്യങ്ങളും ഫോട്ടോകളും ഒക്കെ പുറത്തുവിട്ടത്, മാധ്യമപ്രവർത്തകർക്ക് നൽകിയത്. അന്നും വി ഡി സതീശൻ മൗനത്തിലായിരുന്നു, ഇന്നും വി ഡി സതീശൻ മൗനത്തിലാണ്. എന്നിട്ടാണ് ഇപ്പോൾ CPIMനാണ് RSS BJP ബന്ധം എന്ന് ആരോപിച്ച് രംഗത്ത് വരുന്നത്. പറയുന്നത് മറ്റാരുമല്ല, BJPയുടെ മുതിർന്ന നേതാവാണ്, മുൻ സംസ്ഥാന അധ്യക്ഷനാണ് വി മുരളീധരൻ, മുൻ കേന്ദ്രമന്ത്രിയാണ്, BJPയുടെ അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാവാണ്. അങ്ങനെയുള്ള ഒരാളാണ് വാർത്താ സമ്മേളനം വിളിച്ച് ഇക്കാര്യം പറയുന്നത് എന്നോർക്കണം. എന്ന് വെച്ചാൽ വി മുരളീധരൻ പറയുന്ന കാര്യം നിഷേധിക്കാൻ തയ്യാറാകാത്തിടത്തോളം കാലം വി ഡി സതീശനാണ് നിഷേധിക്കേണ്ടത്. അത് ശരിയാണ് എന്ന് പറയേണ്ടി വരും. നിഷേധിക്കാൻ വി ഡി സതീശന് കഴിയില്ല. കാരണം തെളിവ് പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്, സോഷ്യൽ മീഡിയയിലൂടെ അത് എവിടെയും ഇപ്പോഴും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. വി ഡി സതീശനെ കുറ്റം പറയാനും കഴിയില്ല. കോൺഗ്രസ് നേതാക്കൾ ഇതിനു മുമ്പും BJPയുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. കേരളത്തിലെ കോലി-ബി സഖ്യം നമ്മുടെ മുന്നിലുണ്ട്. 1991 കോലി-ബി സഖ്യം വിഖ്യാതമാണത്. അതേക്കുറിച്ച് പിന്നീട് KG മാരാറും O രാജഗോപാലും അവരുടെ ആത്മകഥകളിൽ പരാമർശിക്കുന്നുമുണ്ട്. 3 മണ്ഡലങ്ങളിൽ സഖ്യമുണ്ടായിരുന്നു എന്ന്, 3 മണ്ഡലങ്ങളിൽ മാത്രമല്ല 5 മണ്ഡലങ്ങളിൽ സഖ്യമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു O രാജഗോപാൽ. നേരത്തെ KG മാരാർ 3 മണ്ഡലങ്ങളുടെ കാര്യമേ പറഞ്ഞുള്ളൂ. എന്നാൽ O രാജഗോപാൽ അതും തിരുത്തി 5 മണ്ഡലങ്ങളിൽ ബന്ധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുക, BJPയും കോൺഗ്രസും ഒന്നിച്ച് വോട്ട് ചെയ്യുക, മുസ്ലിം ലീഗ് കൂടി അതോടൊപ്പം നിൽക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്നാണ് കോൺഗ്രസ് ലീഗ് BJP സഖ്യം കേരളത്തിൽ വന്നത്. അന്ന് അത് സംബന്ധിച്ച് വലിയ ചർച്ച നടന്നതാണ്. അന്നൊക്കെ അത് നിഷേധിക്കാനാണ് കോൺഗ്രസ് തയ്യാറായത്. അതിനുശേഷമാണ് KPCC പ്രസിഡന്റായ K സുധാകരന്റെ വലിയ പ്രഖ്യാപനം ഉണ്ടായത്. RSS ശാഖകൾക്ക് കാവൽ നിൽക്കാൻ പോയിട്ടുണ്ട് കോൺഗ്രസ് പ്രവർത്തകർ എന്നും. കണ്ണൂരിൽ RSS വളർന്നു വരാൻ ഇടയാക്കുന്ന RSS ശാഖകൾ പ്രവർത്തിക്കാതിരിക്കാൻ, RSS ശാഖകൾ പ്രവർത്തിക്കുന്നത് അതല്ലെങ്കിൽ അത് രൂപീകരിക്കുന്നത് തടയാൻ CPIM പ്രവർത്തകർ മുന്നിട്ടിറങ്ങിയിരുന്നു. എവിടെയൊക്കെ RSS ശാഖകളുണ്ടോ അവിടെയൊക്കെ RSSനെ പ്രതിരോധിക്കാൻ, ജനങ്ങളുടെ ആശയ പ്രചാരണം നടത്താനൊക്കെ
CPIM പ്രവർത്തകർ മുന്നിട്ടിറങ്ങിയിരുന്നു, പ്രവർത്തിച്ചിരുന്നു. ആ സമയത്താണ് RSS ശാഖകൾക്ക് സംരക്ഷണം നൽകാൻ കോൺഗ്രസിന്റെ പ്രവർത്തകർ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ കുട്ടികളെ വിട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് KPCCയുടെ പ്രസിഡന്റ്. ഈ കോൺഗ്രസ് ആണ് CPMനാണ് BJP ബന്ധം, CPMനാണ് BJP ബന്ധം എന്ന ആരോപണവുമായി വന്നിരിക്കുന്നത് എന്നോർക്കണം. ഏതായാലും ഒരു കാര്യം ഉറപ്പ്, കേരളത്തിലെ ജനങ്ങൾ അത്ര മണ്ടന്മാരല്ല എന്നോർക്കണം. അരിയാഹാരം കഴിക്കുന്നവർക്ക് തിരിച്ചറിയാൻ കഴിയും ആർക്കാണ് BJPയുമായുള്ള ബന്ധം എന്ന്.